ഓരോ ഫുട്ബോൾ ആരാധകനും ഏറ്റവും കൂടുതൽ കാണാൻ കാത്തിരുന്ന ഒരു മത്സരം തന്നെയായിരുന്നു 2025 UEFA നാഷൻസ് ലീഗിലെ സെമി ഫൈനൽ പോരാട്ടങ്ങളിലെ ആദ്യ സെമി ഫൈനൽ മാച്ച്. കാരണം ഏറ്റുമുട്ടുന്നത് യൂറോപ്പിലെ തന്നെ ഏറ്റവും വലിയ രണ്ട് പവർ ഹൗസുകൾ തമ്മിലായിരുന്നു. പോരാത്തതിന് റൊണാൾഡോയും ജർമ്മനിയും തമ്മിലുള്ള പോരാട്ടം. ഈ ഒരു മത്സരം ആരംഭിക്കുന്ന മുന്നേ തന്നെ പക്ഷേ ഈ ഒരു മത്സരം പലരും വിധി പറഞ്ഞിരുന്നു. കാരണം ഈ അടുത്ത കാലത്തെ പോർച്ചുഗലിന് നല്ലൊരു റിസൾട്ടോ നല്ലൊരു പ്രോഗ്രസ്സോ ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല. മികച്ച താരങ്ങളുടെ ഒരു വലിയ നിര തന്നെ ഉണ്ടായിരുന്നിട്ടും അവർക്ക് ഈ അടുത്ത കാലങ്ങളിൽ യാതൊരു ഇമ്പാക്റ്റും ഫുട്ബോൾ ലോകത്ത് ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ അത് വളരെ നിരാശകരമായ കാര്യം തന്നെയാണ്. യഥാർത്ഥത്തിൽ റൊണാൾഡോ എന്നൊരു ലേബലിൽ മാത്രം ഒതുങ്ങുന്ന ഒരു ടീമായി അതിനോടൊപ്പം തന്നെ പോർച്ചുഗൽ മാറിക്കഴിഞ്ഞിരുന്നു. കൂടാതെ മാർട്ടിനസിൻ്റെ വരവ് പോർച്ചുഗലിൽ മാറ്റിമറിക്കുകയോ വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കുകയോ ഒന്നും ഉണ്ടായെന്ന് ഒരു അവകാശബോധവും അവരുടെ ആരാധകർക്കും ഉണ്ടായിരുന്നില്ല. മറുഭാഗത്താണെങ്കിൽ ജർമ്മനിക്ക് ആ പഴയ പ്രതാപമൊന്നുമില്ലെങ്കിലും പോർച്ചുഗലിനെ പോലത്തെ ഒരു ടീമിനെ നേരിടാനായിട്ട് അവർക്ക് ആ സ്കോഡ് തന്നെ ധാരാളമായി എന്ന് വേണം പറയാൻ. അങ്ങനെ UEFA നാഷൻസ് ലീഗിൻ്റെ സെമി ഫൈനലിലെ ആദ്യ പോരാട്ടം അങ്ങനെ ആരംഭിക്കാനായിട്ട് സമയമെടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു വസ്തുത ഉണ്ട്. കാരണം പോർച്ചുഗലിന് ജർമ്മനിയോട് 25 വർഷത്തെ ഒരു കണക്ക് തീർക്കാനുണ്ട്. കാരണം 25 വർഷത്തോളമായിട്ട് പോർച്ചുഗൽ ജർമ്മനിയായിട്ട് ഇതുവരെ വിജയിച്ചിട്ടില്ല. 2000 വിജയം മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഈ നീണ്ട 25 വർഷമായിട്ട് പോർച്ചുഗൽ നിരന്തരം ജർമ്മനിയുമായിട്ട് പരാജയപ്പെടുക തന്നെയായിരുന്നു. റൊണാൾഡോ ഉണ്ടെങ്കിൽ പോലും പല മത്സരത്തിലും പോർച്ചുഗൽ തോറ്റു പിന്മാറേണ്ടി വന്നിട്ടുണ്ട്. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഈ ഒരു മത്സരം നടക്കുന്നത്. അതുകൊണ്ട് തന്നെ പോർച്ചുഗലിന് ഇതൊരു അഭിമാന പോരാട്ടം തന്നെയാണ്. മറുപുറത്താണെങ്കിലോ ജർമ്മനിക്ക് തിരിച്ചു വരാനുള്ള ഒരു വലിയൊരു അവസരം തന്നെ മുന്നിലൊരുങ്ങി നിൽക്കുന്നുണ്ട്. അങ്ങനെ ആ ഒരു മത്സരത്തിൻ്റെ സമയം എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നമ്മൾ ഈ ഒരു മത്സരത്തിൻ്റെ ലൈനപ്പിലേക്ക് ശ്രദ്ധിക്കുകയാണെങ്കിൽ മികച്ചൊരു സ്കോഡിനെ തന്നെയാണ് പോർച്ചുഗലിൻ്റെ സൈഡിൽ മാർട്ടിനസ് ഈ ഒരു മത്സരത്തിലാണ് നിയോഗിക്കുന്നത്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ വിറ്റിനിയുടെ ഒരു അസാന്നിധ്യം മാത്രം മാറ്റി നിർത്തിയാൽ ഏറ്റവും മികച്ചൊരു സ്കോഡിനെ തന്നെയാണ് മാർട്ടിനസ് ഈ ഒരു മത്സരത്തിനായിട്ട് തിരഞ്ഞെടുത്തിട്ടുള്ളത്. ഗോൾ പോസ്റ്റാണെങ്കിൽ ഡിഗോ കോസ്റ്റോ, ജാവോ നെവസ്, ഡയസ്, ഇനാസിയോ, മെൻഡസ്, സിൽവ, നെവസ്, ഫെർണാണ്ടസ്, ട്രിൻകാവോ, റൊണാൾഡോ, പെഡ്രോ നെറ്റോ അങ്ങനെ മികച്ച താരങ്ങൾ അണിനിരന്ന ഒരു വലിയൊരു സ്കോഡ് തന്നെയായിരുന്നു. മറുപുറത്താണെങ്കിൽ നെഗൽസ്മാൻ്റെ കീഴിൽ റിഡ്സ്, സനെ, കോഷ്, ആൻഡോൺ, ടാ, കിമ്മിച്ച്, ഗൊറോട്സ, ടെർസ്റ്റീഗൻ അടങ്ങുന്ന ഏറ്റവും നല്ലൊരു സ്കോഡ് തന്നെയായിട്ടാണ് നെഗൽസ്മാനും വരുന്നത്. അങ്ങനെ മ്യൂണിച്ചെറിയാനയിൽ ആ ഒരു മത്സരത്തിന് ആരംഭം കുറിക്കാൻ പോവുകയായിരുന്നു. സ്വന്തം നാട്ടിൽ അഭിമാനം സംരക്ഷിക്കാൻ വേണ്ടി ജർമ്മനിയും നീണ്ട 25 വർഷത്തെ കണക്കിന് പകരം ചോദിക്കുവാൻ പോർച്ചുഗലും അങ്ങനെ തയ്യാറായി നിൽക്കുന്നുണ്ട്. ആരായിരിക്കും 2025 നാഷൻസ് ലീഗിലെ ഫൈനലിസ്റ്റ് എന്നറിയുവാൻ ലോകം പോലും കാത്തിരിക്കുകയാണ്. അങ്ങനെ ജർമ്മനിയിൽ ആ മത്സരത്തിന് ആരംഭം കുറിച്ചു. ജർമ്മനിയുടെ ടച്ചോടെ തന്നെ ആ മത്സരത്തിന് ആരംഭം കുറിക്കുന്നു. അങ്ങനെ ഈ ഒരു മത്സരത്തിൻ്റെ ആദ്യ മിനിറ്റിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കുക ജർമ്മനിയുടെ ഭാഗത്തുനിന്നുള്ള ഒരു മുന്നേറ്റമാണ്. ബ്രിഡ്സ് ടു കിമ്മിച്ച്. ബ്രിഡ്സ് ആ പന്ത് കിമ്മിച്ചിലേക്ക് നൽകുന്നുണ്ട്. കിമ്മിച്ച് ആ പന്തിനെ റിസീവ് ചെയ്യുന്ന രീതി എന്നിട്ട് അത് ക്രോയിറ്റ്സിലേക്ക് മറിച്ച് നൽകുന്നുണ്ട്. പക്ഷേ ക്രോയിറ്റ്സിൻ്റെ ആ ഷോട്ടിന് വലിയ പവറില്ലാത്തത് കൊണ്ട് തന്നെ കോസ്റ്റയ്ക്ക് അത് കൃത്യമായിട്ട് ജഡ്ജ് ചെയ്ത് കയ്യിലാക്കാൻ സാധിക്കുന്നുണ്ട്. എല്ലാവരുടെ മുഖത്തൊക്കെ നിരാശപ്പെടുന്നു. നെഗൽസ്മാൻ്റെ മുഖത്തൊക്കെ നിരാശപ്പെടുന്ന നമുക്ക് കൃത്യമായിട്ട് കാണാമായിരുന്നു. കാരണം ആ ഒരു അവസരം യൂട്ടിലൈസ് ചെയ്യുകയായിരുന്നെങ്കിൽ കൃത്യമായൊരു ലീഗിലേക്ക് ജർമ്മനിക്ക് എത്താമായിരുന്നു. ആദ്യം തന്നെ കിട്ടിയ ആ ഒരു അവസരം തുറച്ച് കളയാണ് ഇവിടെ ജർമ്മനി ചെയ്തത്. ശേഷം നമുക്കിവിടെ കാണാം വീണ് കിട്ടിയ അവസരത്തിൽ നിന്ന് പോർച്ചുഗൽ ജർമ്മനിക്കെതിരെ ഒരു ആക്രമണം അഴിച്ചുവിടുകയാണ്. അത് പെഡ്രോ നെറ്റോയുടെ ഇടതുവെങ്കിലൂടെ പന്തുമായിട്ട് ജർമ്മനി 6 യാർഡിലേക്ക് കുതിക്കുന്നുണ്ട്. ശേഷം ബോക്സിൽ അവിടെ ക്രിസ്ത്യാനോ വെയിറ്റ് ചെയ്യുന്നുണ്ട്. പെഡ്രോ ടു ക്രിസ്ത്യാനോ പക്ഷേ ക്രിസ്ത്യാനോയ്ക്ക് ആ ഒരു പാസിനെ കൃത്യമായിട്ട് കൺവേർട്ട് ചെയ്യാൻ സാധിക്കുന്നില്ല. ഷോട്ടിലേക്ക് കൺവേർട്ട് ചെയ്യാൻ സാധിക്കാത്തതുകൊണ്ട് തന്നെ അത് ടെസ്റ്റിംഗ് പിടിച്ചിരിക്കുന്നുണ്ട്. നമ്മൾ ആലോചിക്കണം, ഈ ഒരു മത്സരത്തിൽ ജർമ്മനിക്ക് അവിടെ ഇതിൽ നല്ലൊരു മികച്ചൊരു ചാൻസ് കിട്ടുന്നു, ഇവിടെ പോർച്ചുഗലിന് ചാൻസ് കിട്ടുന്നു. പക്ഷേ ഇരു ടീമുകളും ആ 2 ചാൻസും നശിപ്പിച്ച് കളയാണ്. വീണ്ടും പെഡ്രോ നെറ്റോയുടെ നിരന്തരമായിട്ട് പോർച്ചുഗൽ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇത്തവണ തനിക്കൊരു ഓപ്ഷൻ മുന്നില്ലാത്തതുകൊണ്ട് തന്നെ ഇങ്ങനെ ആ ഒരു പ്ലേസിൻ്റെ ഇടയിലൂടെ ഒരു പാസ് പുള്ളിക്ക് ഇടാൻ സാധിക്കാത്തതുകൊണ്ട് തന്നെ ഒരു ഷോട്ടിന് ശ്രമിക്കുന്നുണ്ട്. പക്ഷേ നിരാശ എന്ന് പറയട്ടെ, ആ പന്ത് വളരെ വലിയ വ്യത്യാസത്തിൽ ക്രോസ് ബാറിന് മുകളിലൂടെ പോകുന്നുണ്ട്. പക്ഷേ റോബർട്ടോ മാർട്ടിനസ് അതിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്ന കാഴ്ച കാണാം. കാരണം ഈ ഒരു മത്സരത്തിൽ കുറച്ച് സമയം ആവുമ്പോഴേക്കും 2-3 അവസരങ്ങൾ പെഡ്രോ നെറ്റോ സൃഷ്ടിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു നിമിഷത്തിൽ പുള്ളിയെ റോബർട്ടോ മാർട്ടിനസ് അഭിനന്ദിക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് കാണാം പോർച്ചുഗൽ സൈഡിൽ തന്നെ മറ്റൊരു അറ്റാക്ക് വരികയാണ്. ക്രിസ്ത്യാനോ ജർമ്മനിയുടെ 6 യാർഡിലുണ്ട്. സ്റ്റെപ്പ് ഓവറുള്ള ടായ കബളിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്, ഷോട്ട് തീർക്കുന്നുണ്ട്. പക്ഷേ ക്രിസ്ത്യാനോയ്ക്ക് ആ ഷോട്ട് കൃത്യമായിട്ട് ഗോളിലേക്ക് കൺവേർട്ട് ചെയ്യാൻ സാധിക്കുന്നില്ല. ഇവിടെ നമുക്ക് കൃത്യമായിട്ട് കാണാമായിരുന്നു ഒരു ജർമ്മൻ താരത്തിൻ്റെ കാലി കൊണ്ടാണ് ആ പന്ത് പുറത്തേക്ക് പോകുന്നത്. ഒരു കോർണർ ക്ലെയിം ഉണ്ടായിരുന്നിട്ട് പോലും അത് റഫറി ഒരു കോർണർ അനുവദിക്കുന്നില്ല. വീണ്ടും മത്സരം പുനരാരംഭിക്കുകയാണ്. ഇത്തവണ നമുക്ക് കാണാൻ സാധിക്കുക ജർമ്മനിയുടെ ഒരു മുന്നേറ്റമാണ്. കൃത്യമായിട്ട് പോർച്ചുഗൽ 6 യാർഡിലേക്ക് ജർമ്മനി കടന്നു കയറി ചെല്ലുന്നുണ്ട്. 6 പേരാൽ ചുറ്റപ്പെട്ട പോർച്ചുഗലിൻ്റെ ആ ഒരു ഡിഫൻസ് ലൈന
അപ്പാടെ പൊളിച്ച് കളഞ്ഞിട്ട് ഒരു 1-to-1 പാസിലൂടെ പൗലോവിച്ച് കടക്കുന്നുണ്ട്. പക്ഷേ അവിടെ ഒരു ഡേഞ്ചർ ആയിട്ടൊരു കൊളൂഷൻ സംഭവിക്കുന്നുണ്ട്. അതിൽ നിന്ന് തട്ടിത്തെറിച്ച പന്ത് പിന്നീട് മാത്രമേ ഒരു ഷോട്ട് ചെയ്യുന്നുണ്ട് പോസ്റ്റിലേക്ക്. പക്ഷേ അവിടെ കോസ്റ്റ വീണ്ടും രക്ഷകനാകുകയാണ്. അവിടെ ശരിക്കും പറഞ്ഞാൽ ഒരു പെനാൽറ്റി സിറ്റുവേഷൻ തന്നെ കടന്നുപോയി എന്ന് വേണം പറയാൻ. കാരണം അവിടെ ആ ഒരു സിറ്റുവേഷൻ കണ്ട ആർക്കും ചിലപ്പോൾ ഒരു പെനാൽറ്റി അലോട്ട് ചെയ്യാനുള്ളൊരു സിറ്റുവേഷനായിട്ട് നമുക്ക് തോന്നിയിട്ടുണ്ടാകും. പക്ഷേ ഒരു സെൻസിബിൾ ആയിട്ടുള്ള തീരുമാനം റഫറിയോട് എടുക്കുകയാണ്. ജർമ്മനിക്ക് അതൊരു പെനാൽറ്റി അനുവദിക്കുന്നില്ല. മത്സരം വീണ്ടും പുനരാരംഭിക്കുകയാണ്. വീണ്ടും നമുക്ക് കാണാം ജർമ്മനിയുടെ ഒരു മുന്നേറ്റം വരുന്നുണ്ട്. വിറ്റ്സ് ടു സാനെ സ്റ്റിൽ സാനെ ടു ഗോററ്റ്സ്കെ. പക്ഷേ വീണ്ടും ഗോററ്റ്സ്കെ നിരാശപ്പെടുത്താണ് ജർമ്മൻ ആരാധകരെ. അവിടെ സാനെ വെച്ച് നീട്ടിയ ആ ഒരു പാസിനെ കൃത്യമായിട്ട് പുള്ളിക്ക് കൺവേർട്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. കൃത്യമായിട്ട് പുള്ളി അത് എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ അവിടെയും വില്ലനായി മാറുന്നത് പോർച്ചുഗലിൻ്റെ ഗോൾ കീപ്പർ ടീഗോ കോസ്റ്റയാണ്. കാരണം നമുക്ക് ഈ ഒരു മത്സരം ശ്രദ്ധിച്ചറിയാം, ഒരുപാട് തവണ ജർമ്മനി പോർച്ചുഗൽ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. ആ സമയങ്ങളിലൊക്കെ കോസ്റ്റയാണ് അവരുടെ മുന്നിൽ വില്ലനായി അവതരിക്കുന്നത്. ഇത്തവണയും കോസ്റ്റ ആ ഒരു പന്ത് പിടിച്ചെടുക്കുന്നുണ്ട്. ശേഷം വീണ്ടും മത്സരം പുനരാരംഭിക്കുകയാണ്. ഇവിടെ നമുക്ക് പെഡ്രോയുടെ മറ്റൊരു മുന്നേറ്റം കാണാൻ സാധിക്കുന്നുണ്ട്. പോർച്ചുഗലിൻ്റെ മറ്റൊരു മുന്നേറ്റം. പോർച്ചുഗൽ നിരന്തരമായ മുന്നേറ്റങ്ങളിലൊക്കെ ചുക്കാൻ പിടിക്കുന്നത് പെഡ്രോയാണ്. ഈ ഒരു തവണ പെഡ്രോ വീണ്ടും അറ്റാക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇത്തവണ പെഡ്രോനെട്ട് നിരാശപ്പെടുത്താണ്. കാരണം അദ്ദേഹം ഒരു ഇൻഡിവിജ്വൽ പെർഫോമൻസിനാണ് അവിടെ ശ്രമിച്ചത്. അതുകൊണ്ട് തന്നെ സ്റ്റേബിലിറ്റി നഷ്ടപ്പെടുകയും അവിടെ ജർമ്മൻ താരങ്ങൾ ആ പന്ത് പിടിച്ചെടുക്കുകയും ചെയ്യുന്നുണ്ട്. നമുക്ക് കൃത്യമായിട്ട് അപ്പുറത്തേക്ക് വാച്ച് ചെയ്താൽ മനസ്സിലാവും അവിടെ ക്രിസ്ത്യാനോ എന്നൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നു, പന്ത് നൽകാനുള്ള ഒരു ചാൻസ് ഉണ്ടായിരുന്നു. പക്ഷേ പെഡ്രോന് ശ്രമിച്ചില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു പന്ത് പോർച്ചുഗലിൻ്റെ കയ്യിൽ നഷ്ടപ്പെടുകയാണ്. ശേഷം നമുക്കിവിടെ കാണാൻ സാധിക്കും ജർമ്മനി മറ്റൊരു അറ്റാക്കിനായിട്ട് അവിടെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ റൂബൻ നെവസ് അവിടെ സെൻസിബിളായിട്ടൊരു ഫൗൾ കൺസിഡർ ചെയ്യുന്നുണ്ട്. പുള്ളിക്കാരെ കാർഡ് കിട്ടുന്നുണ്ടെങ്കിൽ പോലും നമുക്കത് കൃത്യമായിട്ട് കാണാൻ സാധിക്കും ആ പന്ത് ഒരു ഡേഞ്ചർ സിറ്റുവേഷൻ ഉണ്ടാക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ ആ പന്ത് കടക്കാതിരിക്കാനുള്ള ശ്രമിക്കേണ്ടത് റൂബൻ നെവാസിൻ്റെ ഒരു കടമയായതുകൊണ്ട് തന്നെ പുള്ളി അവിടെ ഒരു സെൻസിബിളായിട്ട് ഫൗള്, ഡിമാൻഡബിൾ ആയിട്ടുള്ളൊരു ഫൗൾ കൺസിഡർ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഈ ഒരു വാശിയേറിയ മത്സരം അങ്ങനെ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് റഫറിയുടെ ഭാഗത്ത് നിന്ന് പല മിസ് ജഡ്ജ്മെൻറ്റ് നമുക്ക് കാണാൻ സാധിക്കുന്നു, മിസ്കമ്മ്യൂണിക്കേഷൻ കാണാൻ സാധിക്കുന്നു. കാരണം മത്സരത്തിന് തുടക്കം തൊട്ടേ അത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു സംഭവം ഉണ്ടാകുന്നുണ്ട്. ജർമ്മൻ താരത്തിൻ്റെ മുഖത്ത് പന്ത് കൊള്ളുകയും അതൊരു ഫൗളായിട്ട് റഫറി അനുവദിക്കുന്നുണ്ട്. പക്ഷേ പിന്നീട് അത് സംസാരിച്ചിടപെട്ട് കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ പോലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ മത്സരത്തിലുടനീളം സംഭവിച്ചുകൊണ്ടിരുന്നു ആദ്യ ഹാഫിൽ. അങ്ങനെ ആ ഒരു നിമിഷത്തോട് കൂടിയിട്ട് ഈ മത്സരത്തിൻ്റെ ആദ്യ പകുതി അവസാനിക്കുകയാണ്. ആദ്യ പകുതിക്കുള്ള വിസിൽ വരികയാണ്. ശേഷം രണ്ടാം പകുതിക്കുള്ള കാത്തിരിപ്പായിരുന്നു. To the rafters with 70,000 fans awaiting the start of the second half in the UEFA Nations League semi-final between Germany and Cristiano Ronaldo's Portugal. അങ്ങനെ ഈ ഒരു മത്സരത്തിൻ്റെ രണ്ടാം പകുതി പോർച്ചുഗലിൻ്റെ ടച്ചോടെ തന്നെ ആരംഭിക്കുന്നുണ്ട്. ഈ മത്സരത്തിൻ്റെ രണ്ടാം പകുതിയിൽ ആദ്യ അറ്റാക്കും പോർച്ചുഗലിൻ്റെ സൈഡിൽ തന്നെയായിരുന്നു. നൂനോ മെൻഡസ് ലെഫ്റ്റ് സൈഡിൽ ഒരു പന്ത് കയറി ചെയ്ത് വരുന്നുണ്ട്. കൃത്യമായിട്ട് ആ പന്ത് ജർമ്മൻ ബോക്സിലേക്ക് പാസ് എടുക്കുന്നുണ്ട്. ക്രിസ്ത്യാനോ ആ പന്തിലേക്ക് അപ്രോച്ച് ചെയ്യുന്നുണ്ട്. പക്ഷേ ആ പന്തിലേക്ക് ഓടിയെത്താൻ ക്രിസ്ത്യാനോയ്ക്ക് സാധിക്കുന്നില്ല. യഥാർത്ഥത്തിൽ ആ ഒരു നിമിഷം പോർച്ചുഗൽ ആരാധകർ അതൊരു ഗോളാണെന്ന് ഉറപ്പിച്ചൊരു നിമിഷമായിരുന്നു. ക്രിസ്ത്യാനോ റെഡിക്ക് ആ പന്തിലേക്ക് എത്തിയെന്ന് വിചാരിച്ച ഒരു നിമിഷമായിരുന്നു. ജർമ്മൻ ഡിഫൻസിനെയും ടെർ സ്റ്റെഗനെയും നിഷ്പ്രഭരാക്കിയിട്ടുള്ള ആ പാസ് ന്യൂനോ മെൻഡസ് റൊണാൾഡോയിലേക്ക് വെച്ച് നീട്ടുന്നത്. പക്ഷേ ആ ഒരു പന്തിലേക്ക് അദ്ദേഹത്തിന് ആ സമയത്ത് എത്തിച്ചേരാൻ സാധിക്കുന്നില്ല. പക്ഷേ നമ്മളോട് മനസ്സിലാക്കേണ്ടത് ഈ ഒരു പ്രായത്തിലും അദ്ദേഹം എടുക്കുന്ന എഫർട്ട്, അദ്ദേഹത്തിൻ്റെ ആ ഒരു ഗോൾ ദാഹം അതിപ്പോഴും അദ്ദേഹത്തെ വിട്ടു മാറിയിട്ടില്ല എന്ന് നമുക്ക് ആ ഒരു സിറ്റുവേഷനിൽ മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ ആ ഒരു മത്സരം 48-ാം മിനിറ്റിലേക്ക് എത്തി നിൽക്കുകയായിരുന്നു. ജർമ്മനിയും സംഘവും പോർച്ചുഗലിൻ്റെ 6 യാർഡിൽ ചില പദ്ധതികൾ പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നു, ആസൂത്രണം ചെയ്യുന്നുണ്ടായിരുന്നു. അതെ, വിറ്റ്സ് ആ പന്ത് കിമ്മിച്ചിലേക്ക് നൽകുന്നുണ്ട്. കിമ്മിച്ച് ആ പന്തിൽ കാണിക്കുന്ന ഒരു മാന്ത്രികതയുണ്ട്. കിമ്മിച്ച് ആ പന്തിനെ കൃത്യമായി റിസീവ് ചെയ്തിട്ട് ഒരു ചിപ്പിലൂടെ പോർച്ചുഗൽ താരങ്ങളെ പോർച്ചുഗൽ ഡിഫൻസിനെ നിഷ്പ്രഭരാക്കിയിട്ട് കാഴ്ചക്കാരാക്കിയിട്ട് ആ പന്ത് വിറ്റ്സിലേക്ക് നൽകുന്നുണ്ട്. വിറ്റ്സ് അത് കൃത്യമായി ഹെഡ് ചെയ്തിട്ട് പോർച്ചുഗലിൻ്റെ ഗോൾ പോസ്റ്റിലേക്ക് എത്തിക്കുന്നു കാഴ്ച. അതെ, 2025 UEFA നാഷൻസ് ലീഗിൻ്റെ പതിപ്പിൽ 48-ാം മിനിറ്റിൽ സെമി ഫൈനൽ ആദ്യ മത്സരത്തിൽ പോർച്ചുഗൽ 1 ഗോളിന് ജർമ്മനിക്ക് മുന്നിൽ പുറകിലാവുകയാണ്. ബ്രിറ്റ്സും കിമ്മിച്ച് നടത്തിയ ബ്രില്യൻ മൂവ്മെൻറ്റിനൊടുവിൽ പോർച്ചുഗലിന് 1 ഗോൾ കൺസീഡ് ചെയ്യേണ്ടി വരുന്നുണ്ട്. പോർച്ചുഗൽ താരങ്ങളവിടെ ഓഫ് സൈഡ് ക്ലെയിം ചെയ്യുന്നുണ്ടെങ്കിലും റഫറി അത് അനുവദിക്കുന്നില്ല. നമുക്കറിയാം ഈ ഒരു മത്സരം മുന്നേ വിധിക്കപ്പെട്ടതാണ്. ചരിത്രം ആവർത്തിക്കുമെന്നും ജർമ്മനിക്ക് മുന്നിൽ പോർച്ചുഗൽ വീണ്ടും വീണ്ടും പരാജയപ്പെടുമെന്നും പലരും വാദിച്ചിരുന്നു. വിമർശകർ അത് വീണ്ടും വീണ്ടും പറയുന്നുണ്ടായിരിക്കണം. അതെ, അങ്ങനെ വീണ്ടും മത്സരം പുനരാരംഭിക്കുകയാണ്. ഇനി ഈ ഒരു മത്സരത്തിലേക്ക് പോർച്ചുഗലിന് തിരിച്ചു വരണമെങ്കിൽ സെൻസിബിളായിട്ടുള്ള ഒരു ഫുട്ബോൾ കളിച്ചാലേ മതിയാകുള്ളൂ. കാരണം ഗോൾ അടിക്കാനും ഗോൾ അടിപ്പിക്കാതിരിക്കാനും ഇനി മുന്നോട്ട് ശ്രമിക്കേണ്ടതുണ്ട്. അവിടെ മാർട്ടിനസ് ചില മാറ്റങ്ങളൊക്കെ കൊണ്ടുവരുന്നുണ്ട്. സമയത്തോനെയും കോൺസിസാവിനെയൊക്കെ കളത്തിലേക്ക് കൊണ്ടുവരുന്നുണ്ട്.
ഇവിടെ നമുക്ക് കാണാം ബ്രൂണോ ഫെർണാണ്ടസിലൂടെ പോർച്ചുഗൽ ഒരു അറ്റാക്ക് നടത്തുന്നുണ്ട്. അദ്ദേഹം ജർമ്മനിയുടെ ബോക്സിൽ ഒരു ഷോട്ട് നിൽക്കുന്നുണ്ട്. പക്ഷേ ആ ഷോട്ട് വളരെ എക്സൈറ്റഡ് ആണെങ്കിൽ പോലും ആ ഷോട്ട് ഒരു അപകടം വിതക്കാതെ തന്നെ പുറത്തേക്ക് പോകുന്നുണ്ട്. ഇവിടെ നമുക്ക് മാച്ച് ഒഫീഷ്യലിൻ്റെ ഭാഗത്തുനിന്ന് ഒരു മിസ് ജഡ്ജ്മെൻറ്റ് കൂടി കാണാൻ സാധിക്കുന്നുണ്ട്. കാരണം ബ്രൂണോയുടെ ആ ഷോട്ട് ഒരു ജർമ്മൻ താരത്തിന് മേത്ത് കൊണ്ടിട്ടാണ് പുറത്തേക്ക് പോകുന്നത്. പക്ഷേ അവിടെ കോർണർ ഇത്തവണയും റഫറി അനുവദിക്കുന്നില്ല. ആ ഒരു മിസ്റ്റേജിൻ്റെ ഭാഗമായിട്ട് റഫറിയുമായിട്ട് തർക്കങ്ങൾ ഏർപ്പെടുന്നുണ്ട്. അവിടെ കോച്ച് ഫ്രസ്ട്രേറ്റഡ് ആവുന്നുണ്ട്. അങ്ങനെ ആ ഒരു സമയത്തിന് ശേഷം മറ്റൊരു കോർണർ കൂടി പോർച്ചുഗൽ വിൻ ചെയ്യാണ്. ആ കോർണർ ജർമ്മനിയുടെ ബോക്സിലേക്ക് ഉയർന്നു വരുമ്പോൾ ഒരു സീൻ അവിടെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ ചിന്തിക്കണം, 40 വയസ്സുള്ള റൊണാൾഡോയേക്കാൾ എത്രയോ പ്രായം കുറഞ്ഞ ജർമ്മൻ ഡിഫൻസ്, എത്രയോ ഉയരം കൂടിയ ജർമ്മൻ ഡിഫൻസ്, അതിൽ നിന്നെല്ലാം അദ്ദേഹം ഉയർന്നു കൊണ്ടിട്ട് ആ പന്തിലേക്ക് ഒരു അപ്രോച്ച് ചെയ്യുന്ന രീതിയുണ്ട്. ആ ഒരു പന്തിനെ ടെർ സ്റ്റെഗന്റെ ഗോൾ പോസ്റ്റിൽ തിരിച്ചുവിടാൻ ശ്രമിക്കുന്ന ഒരു രംഗമുണ്ട്. ഇത്തരം സന്ദർഭങ്ങളിൽ റൊണാൾഡോ ഇങ്ങനെയെല്ലാം ചെയ്യുന്നത് ഇതാദ്യമായിട്ടല്ല. റൊണാൾഡോ യുവൻറ്റസിലായിരിക്കുമ്പോഴും മാൻഡ്രിഡിലായിരിക്കുമ്പോഴും മാഞ്ചസ്റ്ററിലായിരിക്കുമ്പോഴൊക്കെ ഇത്തരം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത് 40-ാം വയസ്സിൽ അദ്ദേഹം ആ പന്തിനെ അപ്രോച്ച് ചെയ്യുന്ന രീതി, ആ തന്നേക്കാൾ പ്രായം കുറഞ്ഞ ആ ഡിഫൻസിനിടയിൽ നിന്ന് ഉയർന്നു പൊന്തിട്ട് ആ പന്തിനെ അദ്ദേഹം ഹെഡ് ചെയ്യുന്നുണ്ട്. അതിങ്ങനെ ആ ഒരു പ്ലെയേഴ്സ് നോക്കി നിൽക്കുന്ന കാഴ്ച, ടെർ സ്റ്റെഗൻ നോക്കി നിൽക്കുന്ന കാഴ്ച, ഇതൊരു അത്ഭുതമെന്നല്ലാതെ അമാനുഷ്യൻ എന്നല്ലാതെ അദ്ദേഹത്തെ നമ്മൾ എന്താണ് വിളിക്കേണ്ടത്? ഈ ഒരു പ്രായത്തിനും സ്റ്റിൽ യങ് ആയിട്ട് ക്രിസ്ത്യാനോ നാഷണൽ വേദികളിൽ ഇത്തരം കാര്യങ്ങൾ ക്രിക്കറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ശേഷം നമുക്ക് വീണ്ടും കാണാം ബ്രൂണോ ഫെർണാണ്ടസിൻ്റെ മറ്റൊരു മുന്നേറ്റമാണ്. ആ മുന്നേറ്റം തടയാനായിട്ട് വിറ്റ്സ് ശ്രമിക്കുന്നുണ്ട്. അതൊരു ഫൗളായിട്ട് അദ്ദേഹത്തിന് കൺസിഡർ ചെയ്യേണ്ടി വരുന്നു. അതിനുശേഷം ആ ഫൗളിൻ്റെ കിക്ക് എടുക്കാനായിട്ട് ആ ഒരു ഫ്രീ കിക്ക് എടുക്കാനായിട്ട് ക്രിസ്ത്യാനോ റെഡി ആവുന്നുണ്ട്. പക്ഷേ ആ കിക്ക് വളരെ നിരാശമെന്ന് പറയട്ടെ, അത് വാളിലടിച്ചുകൊണ്ട് പുറത്തേക്ക് പോവുകയാണ്. വാളിലടിച്ചുകൊണ്ട് അത് ലക്ഷ്യം കാണാതെ മാറിപ്പോവുകയാണ്. ശേഷം വീണ്ടും മത്സരം അതിൻ്റെ ആ ഒരു ചൂടിലേക്ക് കടന്നു. വീണ്ടും നമുക്ക് പോർച്ചുഗലിൻ്റെ ഭാഗത്ത് നിന്ന് തന്നെ ഒരു മുന്നേറ്റം കാണാൻ സാധിക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ സെക്കൻഡ് ഹാഫിലോട് കടന്ന് ഗോൾ കിട്ടിയതിന് ശേഷം പോർച്ചുഗൽ കളിക്കുന്ന രീതി, പോർച്ചുഗലിൻ്റെ കളി രീതി എൻ്റയർലി ഡിഫറൻ്റ് ആയിരിക്കുകയാണ്. അവർ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, മത്സരത്തിലേക്ക് തിരിച്ചു വരാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് ഇപ്പോൾ മത്സരത്തിലേക്ക് വന്ന സബ്സ്റ്റിറ്റ്യൂഷനായി വന്ന കോൺസിസാവോയുടെ ഒരു മുന്നേറ്റം. കോൺസിസാവോ അതെ, ആ ഒരു ഗോളിൻ്റെ സൗന്ദര്യത്തെക്കുറിച്ച് എന്താണ് പറയേണ്ടത്? കൃത്യമായിട്ട് പോർച്ചുഗലിന് എവിടെയാണ് ഗോൾ ആവശ്യമായത് അവിടെ പോർച്ചുഗലിൻ്റെ യുവരക്തമായ കോൺസിസാവോ സ്കോർ ചെയ്യാണ്. ടെർ സ്റ്റെഗനെ കാഴ്ചക്കാരനാക്കുന്നുണ്ട്. ജർമ്മനിയുടെ ഡിഫൻസിനെ മുഴുവൻ കാഴ്ചക്കാരനാക്കുന്നുണ്ട്. ജർമ്മനിയുടെ ആരാധകരെ നിരാശപ്പെടുത്തുന്നുണ്ട്. അവരുടെ പ്രതീക്ഷയെ തകർക്കുന്നുണ്ട്. നെഗൽസ്മാൻ്റെ മുഖത്ത് നിരാശപ്പെടൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. മറുപുറത്താണെങ്കിലോ മാർട്ടിനസിൽ തൻ്റെ സബ്സ്റ്റിറ്റ്യൂഷൻ വിജയിച്ചതിൻ്റെ ആഹ്ലാദം പ്രകടിപ്പിക്കുന്നുണ്ട്. പോർച്ചുഗലിനെ അങ്ങനെ കോൺസിസാവോ തിരിച്ചു കൊണ്ടുവരികയാണ്. ഇവിടെ നമ്മൾ മറ്റൊരു കഥയെ കൂടി പറഞ്ഞു പോകേണ്ടതുണ്ട്. കാരണം പോർച്ചുഗൽ അവസാനമായിട്ട് 2000-ലാണ് ജർമ്മനിയുമായിട്ട് ജയിച്ചു എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അന്ന് ജർമ്മനിയുമായിട്ട് പോർച്ചുഗൽ ജയിക്കുമ്പോൾ 3 ഗോളുകൾ ഒരാളിൽ കൂടെ തന്നെയാണ് പോർച്ചുഗൽ നേടിയിട്ടുള്ളത്. ഒരു ഹാട്രിക്ക് തികച്ചുകൊണ്ടാണ് അവസാനത്തെ പോർച്ചുഗൽ വിജയം. ആ ഹാട്രിക്ക് നേടിയ സെർജിയോ കോൺസിസാവോ എന്ന മനുഷ്യൻ ഇന്നത്തെ കോൺസിസാവോയുടെ പിതാവായിരുന്നു. അതെ, ഇതൊരു ഹിസ്റ്ററിയാണ്. അദ്ദേഹത്തിൻ്റെ മകൻ പോർച്ചുഗലിന് വേണ്ടി 2025 അവിടെ നിന്ന് ഇങ്ങോട്ട് 25 വർഷത്തിന് ശേഷം പോർച്ചുഗലിനെ വിജയത്തിൻ്റെ വഴിയിലേക്ക്, ഇല്ലെങ്കിൽ മത്സരത്തിൽ തോറ്റു നിൽക്കുന്ന പോർച്ചുഗലിനെ തിരിച്ചു കൊണ്ടുവരുന്നൊരു കാഴ്ച, ഇതിനും വലിയൊരു പ്രൗഡ് മൂമെൻ്റ് ഒരു പിതാവിനുണ്ടാവുമോ എന്നറിയില്ല. കാരണം തൻ്റെ രാജ്യത്തിന് വേണ്ടിയിട്ട് ഇത്രയും നാൾ തൻ്റെ രാജ്യത്തിനോട് സേവിച്ച ആ ഒരു മനുഷ്യൻ്റെ മകൻ പിന്നീട് 25 വർഷത്തിന് ശേഷം ആ ചരിത്രത്തെ തിരിച്ചു പിടിക്കാനായിട്ട് ശ്രമിക്കുന്ന പോർച്ചുഗലിന് വേണ്ടിയിട്ട് തോറ്റു നിൽക്കുന്ന ഒരു മത്സരത്തിൽ തൻ്റെ മകൻ സ്കോർ ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിനും വലിയൊരു സന്തോഷവും അഭിമാനമൊക്കെ ഒരു പിതാവിനുണ്ടാകും. അങ്ങനെ മത്സരം വീണ്ടും അതിൻ്റെ ആ ഒരു മൂർച്ചയിലേക്ക് വീണ്ടും സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇവിടെ ആ ഒരു ഗോളിനെ തിരിച്ചടിക്കാനായിട്ട് ജർമ്മനി ശ്രമിക്കുന്നുണ്ട്. ഗനാബ്രിയുടെ ഒരു ക്രോസ് വരുന്നുണ്ട്. പക്ഷേ അത് കൃത്യമായിട്ട് കോസ്റ്റ തട്ടിയകറ്റുന്ന ഒരു കാഴ്ച കാണാൻ സാധിക്കുന്നുണ്ട്. ഒരു ചെറിയൊരു കൊളിഷൻ ഉണ്ടാക്കിയെങ്കിൽ പോലും കോസ്റ്റ അത് കൃത്യമായിട്ട് ജഡ്ജ് ചെയ്ത് ആ പന്തിനെ തട്ടിയകറ്റുന്ന ഒരു കാഴ്ചയുണ്ട്. അങ്ങനെ മിനിറ്റ് സൂചി 68-ാം മിനിറ്റിലേക്ക് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇവിടെ ബ്രൂണോയിൽ നിന്നും ഒരു പാസ് നൂനോ മെൻഡസിലേക്ക് എത്തുന്നുണ്ട്. ആ പന്തുമായി മെൻഡസ് ജർമ്മൻ ബോക്സിലേക്ക് കുതിക്കുന്നുണ്ട്. സ്റ്റിൽ മെൻഡസിൻ്റെ ഒരു ക്രോസ് ജർമ്മൻ ബോക്സിലേക്ക് ചെല്ലുന്നുണ്ട്. യെസ്, ക്രിസ്ത്യാനോ ഹീ ഈസ് ദ ബുള്ളി ഓഫ് ദ ബിഗ് ബോയ്സ്. അതെ, സാക്ഷാൽ ക്രിസ്ത്യാനോ റൊണാൾഡോ ജർമ്മനിയുടെ സ്വന്തം മണ്ണിൽ, സ്വന്തം തട്ടകത്ത് മ്യൂണിച്ച് അരിയാനയിൽ തൻ്റെ 40-ാം വയസ്സിൽ ഒന്നും ഇന്നും അവസാനിച്ചിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവതരിക്കുന്ന കാഴ്ച. എവിടെ വിമർശകരെവിടെ? വയസ്സിൽ നിന്ന് മുദ്ര കുത്തപ്പെട്ടവരവിടെ? അവസാനിച്ചു എന്ന് പരിഹസിച്ചവരവിടെ? ദർശിക്കുക നിങ്ങളുടെ എല്ലാം ചിന്തകളെ, മുൻവിധികളെ ശിഥിലമാക്കുന്നുടയോൻ ഇതാ ജർമ്മനിയിൽ നിങ്ങൾക്ക് മുന്നിൽ അവതരിച്ചു കഴിഞ്ഞിരിക്കുന്നു. പോർച്ചുഗലിന് വേണ്ടി വിജയ ഗോൾ നേടിക്കഴിഞ്ഞിരിക്കുന്നു. അതെ, ക്രിസ്ത്യാനോ പറയാതെ പറയുന്നുണ്ട്, ഞാൻ ഇവിടെയുണ്ട്, ഇവിടെ തന്നെയുണ്ട്,
പറയുന്നുണ്ട്, എന്നെ അവസാനിപ്പിക്കണമെങ്കിൽ അത് ഞാൻ തന്നെ തീരുമാനിക്കണമെന്ന്. അതെ, പോർച്ചുഗലിന് വേണ്ടി റൈറ്റ് ടൈമിൽ ഒരു ലീഡ് എടുത്തുകൊണ്ട് പോർച്ചുഗലിന് വേണ്ടി റൊണാൾഡോ ഗോൾ നേടുന്നു. അവരെ മത്സരത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നു. ഒരു വിന്നിംഗ് ഗോൾ നേടിക്കൊണ്ട് അദ്ദേഹം വീണ്ടും ബിഗ് സ്റ്റേജുകളിൽ, ബിഗ് ഗെയിമുകളിൽ, ബിഗ് ടീമിനെതിരെ വീണ്ടും അവതരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നമ്മൾ ഏറ്റവും കൂടുതൽ ആ ഗോളിന് അപ്രീഷിയേറ്റ് ചെയ്യേണ്ടത് ന്യൂനോ മെൻഡസ് എന്ന ആ താരത്തെ തന്നെയാണ്. കാരണം അദ്ദേഹത്തിന് കൃത്യമായ ഒരു ഡിസിഷൻ, കൃത്യമായ ഒരു പാസ് തന്നെയാണ് റൊണാൾഡോയ്ക്ക് ഈ ഗോളിലേക്ക് എത്താൻ സാധിച്ചതും അങ്ങനെ ആ ഒരു മത്സരം പോർച്ചുഗൽ ലീഡിലേക്ക് എത്താൻ കഴിഞ്ഞതെല്ലാം. ഇവിടെ ഇനി വരുന്ന മിനിറ്റുകൾ വളരെ ക്രൂഷ്യലായ മിനിറ്റുകളാണ്. കാരണം ഈ ഒരു ലീഡിലൂടെ പോർച്ചുഗൽ ജയിച്ചു കഴിഞ്ഞാൽ വളരെ വലിയ മാറ്റങ്ങളാണ് സംഭവിക്കാൻ പോകുന്നത്. പോർച്ചുഗലിൽ തിരിച്ചു വരാൻ സാധിക്കും, പോർച്ചുഗലിൻ്റെ ആ കണക്ക് തീർക്കാൻ സാധിക്കും, ജർമ്മനിക്കെതിരെ ഒരു മത്സരത്തിൽ വിജയിച്ചുകൊണ്ട് ഫൈനൽ വേദിയിലേക്ക് പ്രവേശിക്കാൻ സാധിക്കും. ഇതുവരെ വിമർശകർ ഉയർത്തിയ വിമർശനങ്ങൾക്കെല്ലാം മറുപടി പറയാനായിട്ട് പോർച്ചുഗലിന് സാധിക്കുന്ന ഒരു മൊമെൻറ്റിലാണ് ഇനി കളി മുന്നോട്ട് പോകേണ്ടത്. അതെ, പോർച്ചുഗൽ വീണ്ടും അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അവിടെ ജർമ്മനിയുടെ ഭാഗത്തു നിന്നുള്ള അറ്റാക്കുകൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ ഒരു സമയത്ത് പോർച്ചുഗൽ കളിച്ചൊരു കളിയുണ്ട്. അല്ലെങ്കിൽ മാർട്ടിനസിൻ്റെ കീഴിൽ ഇതുവരെ കാണാത്ത ഒരു കോർഡിനേഷൻ, ഒരു അണ്ടർസ്റ്റാൻഡിങ്, ഒരു കൃത്യമായ എല്ലാ പ്ലേയേഴ്സും കൃത്യമായ ഒരു ഡിസിഷൻ മേക്കിങ്ങിലേക്ക് വരിക, കൃത്യമായ ഒരു കോർഡിനേഷനുള്ള പ്ലേ മുന്നോട്ട് പോവുക. അങ്ങനെ പോർച്ചുഗൽ അവരുടെ ഏറ്റവും എക്സ്ട്രീമായ ഒരു ലെവലിൽ കളിക്കുന്ന ഒരു സമയമായിരുന്നു പിന്നീട് നമുക്ക് മ്യൂണിച്ച് റിയാലിൽ കാണാൻ സാധിച്ചത്. ഇവിടെ യഥാർത്ഥത്തിൽ പോർച്ചുഗൽ ഒരിക്കലും അക്രമങ്ങൾക്ക് അവസാനം കുറിച്ചിരുന്നില്ല. കാരണം ജർമ്മനിയുടെ ഭാഗത്തുനിന്നുണ്ടാവേണ്ട ഒരു അപ്രോച്ച് അവിടെ വീണ്ടും പോർച്ചുഗലിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നുണ്ട്. കോൺസെസാവോ വീണ്ടും ടെർ സ്റ്റെഗനെ പരീക്ഷിക്കാൻ ശ്രമിക്കുന്നുണ്ട്. നിരവധി അവസരങ്ങൾ പോർച്ചുഗൽ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നുണ്ട്. മത്സരത്തിൽ പോർച്ചുഗൽ ശരിക്കും ഡോമിനേറ്റ് ചെയ്യുന്ന രീതിയിലാണ് പിന്നീട് മത്സരം മുന്നോട്ട് പോരുന്നത്. ജർമ്മനിയുടെ ഭാഗത്തു നിന്ന് ചെറിയ ഫൗളും കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ട്. പക്ഷേ നമുക്കിവിടെ വേണ്ടത് തിരിച്ചൊരു ഗോളാണ്, ജർമ്മനിക്ക് വേണ്ടത് തിരിച്ചൊരു ഗോളാണ്. പക്ഷേ അതിനൊട്ടും സമ്മതിക്കാതെ തന്നെയാണ്, അല്ലെങ്കിൽ ആ ഒരു ജർമ്മൻ ആ ഒരു മുന്നേറ്റങ്ങളെ തടയിട്ടുകൊണ്ട് തന്നെയാണ് പോർച്ചുഗൽ പിന്നീടുള്ള മിനിറ്റുകളിൽ മത്സരത്തെ മുന്നോട്ട് കൊണ്ടുപോയത്. അങ്ങനെ പോർച്ചുഗൽ ആരാധകരൊക്കെ വിജയം അവിടെ ഗാലറിയിൽ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് എഡിയമിയുടെ ആ ഒരു ഷോട്ട് പോർച്ചുഗലിൻ്റെ പ്ലേയേഴ്സിനെയും താരങ്ങളെയും ആരാധകരൊക്കെ വിറപ്പിച്ച് കടന്നു പോകുന്നത്. അത് ക്രോസ് ബാറിൽ അടിച്ചു പോകുന്ന കാഴ്ച ശരിക്കും പറഞ്ഞാൽ ഒന്ന് ഭയപ്പെട്ടിരുന്നു പോർച്ചുഗൽ. ശരിക്കും ആ ഒരു മുന്നേറ്റം ഒരു പക്ഷേ ഗോളായി മാറിയിരുന്നെങ്കിൽ കളി വേറൊരു തലത്തിലേക്ക് സഞ്ചരിച്ചേനെ. പോർച്ചുഗൽ വീണ്ടും പ്രഷറിലേക്ക് വീണ് പോയേനെ, ആരാധകരുടെ സന്തോഷങ്ങളൊക്കെ തല്ലി തകർത്തേനെ. പക്ഷേ ആ ഒരു പാസ് ഡീഗോ കോസ്റ്റോ അതിന് സേവ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചുവെങ്കിൽ പോലും അത് ബാറിലടിച്ച് പുറത്തേക്ക് പോകുന്ന കാഴ്ച ഏറ്റവും ക്രൂഷ്യലായ നിമിഷത്ത് അദ്യാനി ഗോൾ നേടിയെന്ന് നമ്മൾ ഉറപ്പിച്ചൊരു സമയമായിരുന്നു. അങ്ങനെ മത്സരം വീണ്ടും അതിൻ്റെ ആവശ്യത്തിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്, അവസാനത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് മത്സരം. അങ്ങനെ ഇവിടെ മത്സരത്തിൻ്റെ അവസാന സമയത്ത് പോലും പോർച്ചുഗൽ ജർമ്മനി അറ്റാക്ക് ചെയ്തൊരു കാഴ്ചയുണ്ട്. അവിടെ ടെർ സ്റ്റെഗൻ്റെ ഒരു ഇടപെടൽ കാരണമാണ് 3 ഗോളിലേക്ക് ആ ഒരു മത്സരം മാറാതിരുന്നത്. അങ്ങനെ ടെർ സ്റ്റെഗൻ ജർമ്മനി രക്ഷകനാകുന്നുണ്ട്. പക്ഷേ മത്സരം അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തുകയാണ്. അങ്ങനെ ഒടുവിൽ പോർച്ചുഗൽ ജർമ്മനിയെ മ്യൂണിച്ച് റിയാലിൽ അവരുടെ സ്വന്തം തട്ടകത്തിൽ വെച്ച് പരാജയപ്പെടുത്തുകയാണ്. 25 വർഷത്തിൻ്റെ കണക്ക് പോർച്ചുഗൽ ഇന്ന് ഇവിടെ തിരുത്തപ്പെടുകയാണ്. തൻ്റെ പോർച്ചുഗലിനെ കൊണ്ട് ക്രിസ്ത്യാനോ റൊണാൾഡോ യുഎഫ്എ നാഷൻസ് ലീഗിൻ്റെ 4ാം പതിപ്പിലേക്ക് അദ്ദേഹം തൻ്റെ ടീമിനെയും കൊണ്ട് ഫൈനൽ വേദിയിലേക്ക് അദ്ദേഹം യാത്ര തുടരുകയാണ്. ഇതൊരു വലിയ ചരിത്രമാണ്. കാരണം പോർച്ചുഗൽ എന്ന രാജ്യത്തിന് ഒരു കപ്പ് പോയിട്ടൊരു ഫൈനൽ മത്സരത്തിലേക്ക് പോലും എത്താൻ ഭാഗ്യമില്ലാത്തവരായിട്ട് മുദ്ര കുത്തപ്പെട്ടവരായിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ അവർക്ക് ഒരുപാട് ഇതിഹാസങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ അവർക്കൊന്നും ആ ഒരു സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ സാധിക്കുന്നില്ല. ആ ഒരു സാഹചര്യത്തിലേക്കും ആ ഒരു സമയത്തുമാണ് റൊണാൾഡോ എന്ന മനുഷ്യൻ അവിടേക്ക് എത്തുന്നത്. റൊണാൾഡോ യുഗം അവിടെ പോർച്ചുഗലിൽ ആരംഭിക്കുന്നത്. അതിനുശേഷം പോർച്ചുഗൽ ജനത സ്വപ്നം കാണാൻ ആരംഭിച്ചു. അവർ സ്വപ്നം കാണാനായിട്ട് അദ്ദേഹം പ്രേരിപ്പിച്ചു. ബിഗ് ഗെയിമുകളിൽ, ബിഗ് സ്റ്റേജുകളിൽ വിജയങ്ങൾ നേടിക്കൊണ്ട് ഒറ്റയാൾ പോരാട്ടത്തിലൂടെ തൻ്റെ ടീമിനെ അദ്ദേഹം വിജയിപ്പിച്ച് കൊണ്ടുവരുന്ന കാഴ്ചകളുണ്ട്. പല വേൾഡ് കപ്പിലും പല സമയത്തും ക്വാർട്ടറിലും പ്രീ ക്വാർട്ടറിലും ഗ്രൂപ്പ് സ്റ്റേജിലൊക്കെ തോൽക്കുന്നുണ്ടെങ്കിൽ പോലും അവിടേക്ക് അദ്ദേഹം എല്ലാ വർഷവും ആ ടീമിനെയും കൊണ്ട് മാർച്ച് ചെയ്യാറുണ്ട്. ഇതടക്കം 4 ഫൈനലിലേക്ക് അദ്ദേഹം തൻ്റെ ടീമിനെയും കൊണ്ട് വരുന്നുണ്ട്. അതിൽ 4ലും സെമി ഫൈനലിൽ ഗോൾ നേടിക്കൊണ്ട് തൻ്റെ ടീമിനെ ഫൈനലിലേക്ക് മാർച്ച് ചെയ്യിപ്പിക്കുന്നുണ്ട് അദ്ദേഹം. അതിൽ 2 തവണ കിരീടം നേടുന്നുണ്ട്. ആദ്യമായി പോർച്ചുഗൽ നാഷണൽ കിരീടം നേടിക്കൊടുക്കുന്നത് പോലും റൊണാൾഡോയിലൂടെയാണ് നാളെ പോർച്ചുഗലിൻ്റെ ഫുട്ബോൾ ചരിത്രം സംസാരിക്കാൻ പോകുന്നത്. നമുക്കറിയാം, ഇന്ന് ഈ ഫുട്ബോൾ ലോകത്ത് ജീവിച്ചിരിക്കുന്ന എല്ലാ ഇതിഹാസങ്ങളും, ഫുട്ബോളിൽ മികച്ച താരങ്ങളെല്ലാം അവരവരുടെ രാജ്യത്തിൻ്റെ ഇതിഹാസങ്ങൾ ഉണ്ടാക്കി വെച്ച ചരിത്രത്തിൻ്റെ രാജ്യം പേറുന്ന ചരിത്രത്തെ പിന്തുടർന്നവരാണ്. പക്ഷേ ഇവിടെ ഹിസ്റ്ററി എന്താണ്? ഹിസ്റ്ററി സംസാരിക്കാൻ പോകുന്നത് ക്രിസ്ത്യാനികളുടെയാണ്. അതെ, പോർച്ചുഗൽ എന്ന പോർച്ചുഗലിൻ്റെ ഫുട്ബോൾ ചരിത്രം നാളത്തെ തലമുറയോട്, ഇനി വരാനിരിക്കുന്ന തലമുറയോട് സംസാരിക്കാൻ പോകുന്നത് ക്രിസ്ത്യാനോ റൊണാൾഡോ എന്ന ആ മനുഷ്യനിലൂടെയായിരിക്കും. അതൊരു ഈസി പ്രോസസ്സ് ആയിരുന്നില്ല. കാരണം തൻ്റെ ജീവിതം തന്നെ ഫുട്ബോളിന് വേണ്ടി മാറ്റിവെക്കും
ആഗ്രഹിക്കുകയും ഒരു രാജ്യത്തിന് വേണ്ടി നിരന്തരം പോരാടുകയും അവരെ സ്വപ്നം കാണാൻ പ്രേരിപ്പിക്കുകയും അവർക്ക് വേണ്ടി 2 നാഷണൽ കിരീടങ്ങൾ നേടിക്കൊടുക്കുകയും ഇതൊരാർക്കും എത്തിച്ചേരാൻ സാധിക്കാത്ത ആ ഒരു നിമിഷങ്ങളിലേക്ക് തൻ്റെ രാജ്യത്തെ കൈപിടിച്ച് ചെല്ലുക എന്ന് പറയുന്നത് ഒരു ഈസി പ്രോസസ്സ് അല്ലായിരുന്നു. ക്രിസ്ത്യാനോ റൊണാൾഡോ എന്ന മനുഷ്യൻ ബിഗ് സ്റ്റേജുകളിൽ വേൾഡ് കപ്പിലേക്കൊക്കെ നിരന്തരം അവരെയും കൊണ്ട് മാർച്ച് ചെയ്യുന്ന കാഴ്ച നമ്മൾ കാണാറുണ്ട്. ബിഗ് സ്റ്റേജുകളിൽ ഒറ്റയ്ക്ക് നിന്ന് പോരാടുന്ന കാഴ്ച നമ്മൾ കാണാറുണ്ട്. ഇപ്പോഴാണ് പോർച്ചുഗൽ മികച്ച ടീം, മികച്ച സ്കോഡെല്ലാം വരുന്നത്. പക്ഷേ ഒരു കാലത്ത് റൊണാൾഡോ എന്ന മനുഷ്യൻ മാത്രമായിരുന്നു അവിടെ ഏകാശ്രയം. അത് വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നു. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് 40 വയസ്സ് പിന്നിട്ടു, അദ്ദേഹത്തിന് 40 വയസ്സ് പിന്നിട്ടു, വയസ്സായി എന്നൊക്കെ പറഞ്ഞിട്ട് പല ആൾക്കാരും കൂടെ കളിച്ച ഇതിഹാസങ്ങൾ വരെ പരിഹസിക്കുന്ന നമ്മൾ കാണാറുണ്ട്. ഈ ഒരു മത്സരത്തിൻ്റെ തുടക്കത്തിൽ തന്നെ, ആരംഭത്തിൽ തന്നെ, ദിവസങ്ങൾക്ക് മുന്നേ തന്നെ ഈ ഒരു മത്സരത്തിന് വിലയിട്ട ആൾക്കാരുണ്ട്. റൊണാൾഡോയ്ക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ല, പോർച്ചുഗൽ വീണ്ടും ജർമ്മനിയായിട്ട് പരാജയപ്പെടും, ചരിത്രം ആവർത്തിക്കുമെന്ന് പരിഹസിച്ചവരുണ്ട്. പക്ഷേ അവർക്കെല്ലാം അതേ നാണയത്തിൽ ഈ 40-ാം വയസ്സിൽ 20-കാരൻ്റെ ആ ഒരു ഫിറ്റ്നസ്സോടെ അദ്ദേഹം കളിയിൽ ലീഡെടുത്തുകൊണ്ട് പോർച്ചുഗലിനെ വീണ്ടും ചരിത്രത്തിൽ 4-ാം തവണയും ഫൈനൽ വേദിയിലേക്ക് സെമി ഫൈനലിൽ ഗോളടിച്ചുകൊണ്ട് തന്നെ അദ്ദേഹം മാർച്ച് ചെയ്തു. ഇവിടെ ഇപ്പോഴും റൊണാൾഡോയ്ക്ക് പ്രായമായി, വയസ്സായി, കളം വിട്ടുപോകാനൊക്കെ പലരും പറയുന്നത് കാണാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ ചിന്തിക്കേണ്ടത് ഇതൊന്നും വലിയ ഈസി പ്രോസസ്സല്ല. കാരണം ഈ ഒരു സ്റ്റേജിൽ, ഇത്തരം സ്റ്റേജുകളിൽ ഈ പ്രായത്തിലും ഈ തലമുറയ്ക്കൊപ്പവും കളിക്കാനായിട്ട് സാധിക്കുന്നുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിൻ്റെ കഴിവ് തന്നെയാണ്. അദ്ദേഹം ത്യജിച്ച ജീവിതത്തിൻ്റെ എഫേർട്ടും ജീവിതത്തിൻ്റെ ആ ഒരു ലക്ഷ്യത്തിൻ്റെ ഏറ്റവും വലിയ പരിപൂർണത തന്നെയാണ്. അദ്ദേഹത്തെ വെല്ലുവിളിക്കാനായിട്ട് ഇന്നും ഈ തലമുറയിലും ആരുമില്ല എന്ന് അദ്ദേഹം നിരന്തരം തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെയാണ് നമ്മൾ റൊണാൾഡോയെ അമാനുഷികൻ എന്ന് വിളിക്കേണ്ടത്. അദ്ദേഹത്തിന് 40 വയസ്സായി എന്ന് പറയുന്നത് അംഗീകരിക്കാൻ കഴിയാത്തൊരു കാര്യമൊന്നുമല്ല. അദ്ദേഹത്തിന് ഇന്ന് പഴയ റൊണാൾഡോയൊന്നുമല്ല. അദ്ദേഹം ഇന്ന് പഴയ പ്രതാപമോ പഴയ പ്രൗഢിയൊന്നുമില്ല. പക്ഷേ റൊണാൾഡോ എന്ന മനുഷ്യൻ ഗ്രൗണ്ടിൽ നിൽക്കുമ്പോൾ എതിർ ടീമിനുണ്ടാകുന്ന പ്രഷർ, ആ ഒരു പ്രഷർ മാത്രം മതി ഒരു മത്സരം വിജയിച്ച് കയറുവാനെന്ന് അദ്ദേഹം വീണ്ടും തെളിയിക്കുകയാണ്. അതെ, ഇവിടെ പോർച്ചുഗൽ നാഷണൽസ് ലീഗിൻ്റെ 2020 4-ാം പതിപ്പിലേക്ക് ഫൈനലിലേക്ക് അദ്ദേഹം തൻ്റെ ടീമിനെയും കൊണ്ട് എത്തി നിൽക്കുകയാണ്. ഇവിടെ നമ്മൾ ഈ ഒരു മത്സരത്തെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ പഴയ പോർച്ചുഗലല്ല എന്ന് വേണം പറയാൻ. കാരണം മാർട്ടിനസിൻ്റെ കീഴിൽ പോർച്ചുഗലിന് വലിയ മാറ്റം സംഭവിച്ചിരിക്കുന്നു. ഇല്ലെങ്കിൽ പോർച്ചുഗലിന് വേണ്ടിയിട്ട് അവരുടെ താരങ്ങൾ തയ്യാറായി കഴിഞ്ഞിരിക്കുകയാണ്. പുതിയ ചലഞ്ചുകൾ ഏറ്റെടുക്കാനായിട്ട്, റൊണാൾഡോയ്ക്ക് വേണ്ടി ഒരു കിരീടം നേടിക്കൊടുക്കാനായിട്ട് അങ്ങനെ തിരിച്ചു വന്ന പോർച്ചുഗലിനായാണ് നമ്മൾ ഇന്ന് കാണുന്നത്. എല്ലാ താരങ്ങളും തമ്മിലുള്ളൊരു കോർഡിനേഷൻ, അണ്ടർസ്റ്റാൻഡിങ്, അങ്ങനെ പോർച്ചുഗലിൻ്റെ ആ ഒരു ഗെയിം പ്ലേ ടോട്ടലി എൻ്റയർലി മാറിക്കൊണ്ടിരിക്കുകയാണ്. പോർച്ചുഗലിന് മുന്നിൽ ഇനി വരുന്ന ഏത് ടീമാണെങ്കിൽ പോലും കുറച്ച് വയർക്കേണ്ടി വരും. അങ്ങനെ പോർച്ചുഗൽ അവരുടെ ആ സ്വപ്നത്തിലേക്ക് കടന്നിരിക്കുകയാണ്. വീണ്ടും 4-ാം തവണ തൻ്റെ രാജ്യത്തെയും കൊണ്ട് റൊണാൾഡോ, അതെ, പോർച്ചുഗൽ നാഷണൽ ടീമിനെയും കൊണ്ട് റൊണാൾഡോ ഫൈനൽ വേദിയിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. Germany, and they will play in the UEFA Nations League final on Sunday.